ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പെൺകുട്ടി നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാനും നിങ്ങളെ കൂടുതൽ ചേസ് ചെയ്യാനും നിങ്ങളുടെ പുറകെ വരാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സൈക്കോളജിക്കൽ ട്രിക്സിനെ പറ്റിയാണ്. ഏകദേശം ഒരു 6-7 ട്രിക്കുകളാണ് നമ്മൾ പറയുന്നത്. ഇത് ഓരോന്നും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പതിയെ പതിയെ അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നതും നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് റിയൽ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ പറയുന്നത് നോട്ട് ഓൾവേസ് ബീയിങ് അവൈലബിൾ എന്നുള്ളതാണ്. അഥവാ നിങ്ങൾ എല്ലായ്പ്പോഴും അവർക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആവാതിരിക്കുക. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ബിസിനസ്സിൻ്റെ തിരക്കുകൾ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ അതിൽ കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് അവർക്ക് നിങ്ങൾ അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും മിസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരം അവർക്ക് അവിടെ ലഭിക്കും എന്നുള്ളതാണ്. അത് കരുതി ഫുൾ ടൈം 2-3 ദിവസം ഒന്നും മൈൻഡ് ചെയ്യാതെ നടക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോട്ട് ഓൾവേസ് ബീയിങ് അവൈലബിൾ, എപ്പോഴും അവൈലബിൾ ആവുന്നത് ഒന്ന് കുറക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് എപ്പോഴും അവർ മെസ്സേജ് അയക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കുക. അങ്ങനെ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആളുകളായിരിക്കാം, പക്ഷേ ചില സമയത്തെങ്കിലും നമ്മൾ ആ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാതെ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കാം. ഇനി അല്ലാത്തൊരു കേസാണ്, ആ മെസ്സേജ് ചിലപ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും എന്താണ് അയച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു എമർജൻസി അല്ലാത്ത കേസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കുക. കുറച്ച് ടൈം കഴിഞ്ഞ്, കുറച്ച് മണിക്കൂറുകളോ അല്ലെങ്കിൽ കുറച്ച് മിനിറ്റ്സോ കഴിഞ്ഞ് നിങ്ങൾ റിപ്ലൈ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ആ മെസ്സേജിന് വേണ്ടിയിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. എന്താ വരാത്തത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കുകയും നിങ്ങളെ കൂടുതലായിട്ട് ഓർക്കുകയും ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്പേസ് അവിടെ ലഭിക്കും എന്നുള്ളതാണ്. സോ പെട്ടെന്ന് റിപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇടയ്ക്കെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. കുറച്ച് ഡിലേ ആയിട്ട് മെസ്സേജിന് റിപ്ലൈ കൊടുത്ത് നോക്കുക. അത് അട്രാക്ഷനും ചേസിങ്ങും ഒക്കെ കൂട്ടാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രൂവ് ചെയ്തിട്ടുള്ള സൈക്കോളജിക്കൽ ട്രിക്കുകളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. ഇതിൻ്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ടേംസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ യൂസ് ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തായിക്കോട്ടെ, അവർ നിങ്ങളെ ചേസ് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ടുള്ള രീതിയിലാണ് ഞാനിത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് എപ്പോഴും ഒരു പ്ലാനിങ് വരുന്ന സമയത്ത്, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക വിളിക്കുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾ മുൻകൈ എടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങളായിരിക്കും എപ്പോഴും അങ്ങോട്ട് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും രാത്രി വിളിക്കുന്ന ആളാണെങ്കിൽ ഒരു ദിവസം കുറച്ച് ടൈം, ആ ടൈമിങ് കഴിയുന്നവരെ, ഇപ്പോൾ 10 മണിക്ക് എല്ലാ ദിവസവും രാത്രി വിളിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. 10 മണി കഴിഞ്ഞൊരു 12 മണിക്ക് ശേഷമൊക്കെ വിളിച്ചാൽ മതി. കാരണം അതിന് മുമ്പ് ആ 10 മണിയാകുമ്പോൾ അവർ നിങ്ങളുടെ കോള് വെയിറ്റ് ചെയ്തിരിക്കും. എന്താ വിളിക്കാത്തതെന്ന് ചിന്തിക്കും. അവരിങ്ങോട്ട് വിളിക്കാനുള്ള ചാൻസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൃത്യസമയത്ത് എല്ലാ ദിവസവും വിളിക്കാതിരിക്കുക. കുറച്ച് ടൈം ഡിലേ ആക്കുന്നത് അവരെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടും. ചേസിങ് മെൻറ്റാലിറ്റി കൂടും എന്നുള്ളതാണ്. ഇത് എപ്പോഴും ഈ പറയുന്ന ട്രിക്കുകളൊക്കെ നിരന്തരം ഉപയോഗിച്ചു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിൽ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ ഹെൽത്തി ആയിട്ട് മാത്രം ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതുപോലെ തന്നെ പ്ലാനിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ എപ്പോഴും നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യാതെ അവർക്കും പ്ലാൻ ചെയ്യാനുള്ള അവസരം കൊടുക്കുക. അങ്ങനെ ചെയ്യുക. പിന്നെ അടുത്തായിട്ട് പറയുന്നത് അവർക്ക് കോംപ്ലിമെൻറ്റ്സ് കൊടുക്കുക പലപ്പോഴായിട്ട്. അപ്പോൾ ഈ കോംപ്ലിമെൻറ്റ്സ് എപ്പോഴും കൊടുക്കുന്ന സമയത്ത് അവർക്ക് അതിൽ എപ്പോഴും ഇങ്ങനെ സന്തോഷം കണ്ടെത്തുക അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് ദിവസം വേണമെന്ന് കരുതിയിട്ട് നമ്മൾ കോംപ്ലിമെൻറ്റ് കൊടുക്കാതിരിക്കുക. അങ്ങനെ കൊടുക്കാതിരിക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു കോംപ്ലിമെൻറ്റ് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മിസ്സിങ് ഫീല് നിങ്ങളെ കൂടുതൽ ചേസ് ചെയ്യാനുള്ള ഒരു കാരണമായി തീരും എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ നല്ല ഇൻട്രസ്റ്റ് കാണിക്കുക, അവരോട് ഭയങ്കര താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കുകയല്ല, ജെന്യൂനായിട്ടുള്ള സംഭവം അത് എക്സ്പ്രസ് ചെയ്താലും മതി. അപ്പോൾ അത് ഇൻട്രസ്റ്റ് ഷോ ചെയ്യുക എപ്പോഴും. പിന്നെ കുറച്ച് ഇൻട്രസ്റ്റ് കുറഞ്ഞ പോലെ ഇടയ്ക്കൊന്ന്
കാണിക്കുന്നത് നല്ലതാണ്. അവർക്ക് ഇങ്ങോട്ട് ചേസിങ് കൂടാൻ അതൊരു കാരണമായി തീരുമെന്നാണ് പറയുന്നത്. ഇതെല്ലാം ഒരു സൈക്കോളജിക്കൽ ട്രിക്സ് ആണ്. ഇതിനെല്ലാം ഒരു ടൈം പീരീഡ് ഉണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് ആയിട്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ തീരെ താല്പര്യമില്ലാതെ ഒരു 10-15 ദിവസം നടക്കുക, അല്ലെങ്കിൽ തീരെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാതെ 2-3 ദിവസം നടക്കുക, അതൊക്കെ ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രിക്കല്ല. അത് ഞാൻ പ്രത്യേകം എടുത്തു പറയണം. കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ കുറച്ച് മിനിറ്റ്സ് ഒക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഷോയിങ് ഇൻട്രസ്റ്റ് ആണെങ്കിലും ഇപ്പോൾ ഒരു ദിവസം 2 ദിവസം കുറച്ച് കെയറിങ് കുറക്കുക, അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് കാണിക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് ക്രിയേറ്റ് ഹാപ്പി മെമ്മറീസ്. അവരുമായിട്ട് നമ്മൾ പുറത്തു പോവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല നല്ല മെമ്മറീസ്, ഓരോ ഫങ്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും സെലിബ്രേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അത് ഒന്നിച്ച് അടിച്ചു പൊളിക്കുക. അങ്ങനെ ഹാപ്പി മെമ്മറീസ് അവർക്ക് ഒരുപാട് കൊടുക്കുക എന്നുള്ളതാണ്. അത് കൊടുക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ കുറച്ച് നാളായിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് അവർ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കും, അന്ന് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, അങ്ങനെ കുറേ മെമ്മറീസ് കൊടുക്കുകയാണെങ്കിൽ മൈൻഡിൽ അവർക്ക് നിങ്ങളോടൊരു താല്പര്യം വരാനും ഒക്കെ അത് ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഹാപ്പി മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. അതുപോലെ തന്നെ കോൺഫിഡൻസ് ഉള്ള ആളുകളെയാണ് എപ്പോഴും സ്ത്രീകൾ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു പെൺകുട്ടിക്ക് ചേസ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കുക. അപ്പോൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക, അവരോട് ഇടപഴകുന്ന സമയത്തും സംസാരിക്കുന്ന സമയത്തും ഐ കോണ്ടാക്റ്റ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ജീവിതത്തിൽ ഉത്തരവാദിത്വ ബോധമുള്ള ഒരാളായിട്ട് മാറുക. നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അതിനു വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കുക. അങ്ങനെ നമ്മൾ റെസ്പോൺസിബിൾ ആണ്, അല്ലാതെ ഒരു മടിയനായിട്ട് മാറാതിരിക്കുക. എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകളോട് ഒരു പ്രത്യേക അട്രാക്ഷൻ, അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒക്കെ തോന്നും എന്നുള്ളതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ സംസാരിക്കുന്ന സമയത്ത് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയും നമുക്ക് ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്തെങ്കിലും ഒരു സർപ്രൈസ് ഡേറ്റ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് അവരെ വിളിച്ചു കൊണ്ടുപോവുക. പിന്നെ അതുപോലെ തന്നെ യുണീക്കായിട്ടുള്ള ലൊക്കേഷൻസ് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് ആ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോവുക, ആ സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കുക, ഹാപ്പി ആക്കുക. അങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ അതൊന്നും ഇല്ലാത്ത സമയത്ത് അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ആലോചിക്കുകയും നിങ്ങളോട് കൂടുതൽ ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നാനും നിങ്ങളെ കൂടുതൽ ഇങ്ങോട്ട് ചേസ് ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് നമ്മൾ 5-6 കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ട്രിക്സുകളൊക്കെ ഉപയോഗിക്കുന്നത് വഴി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു പെൺകുട്ടി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ കൂടുതലായിട്ട് ചേസ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ അപ്ലൈ ചെയ്യാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ആ ഒരു കെമിസ്ട്രിയും അട്രാക്ഷനും ഒക്കെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ലഭിക്കുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ലവ്, റൊമാൻസ്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലൊരു കെമിസ്ട്രിയോട് കൂടിയിട്ട് ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകണം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾ എന്നും നിങ്ങളുടെ കൂടെ വേണം, നിങ്ങൾ തമ്മിൽ കറക്റ്റായിട്ടുള്ള ഒരു ബോണ്ടിങ് വേണം. ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലവ് മാസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ ആ കോഴ്സിലോട്ട് വന്ന് നിങ്ങൾ അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പഠിച്ച് മോർണിംഗിലും അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും. അതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് 21 ദിവസം ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ തമ്മിൽ എന്നും ഒരു കെമിസ്ട്രി ഉണ്ടായിരിക്കും. കാരണം ഇതൊരു മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ്. കാരണം നിങ്ങളുടെ തോട്ട്സുകൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, പോസിറ്റീവായിട്ട് എങ്ങനെയൊക്കെയാണ് ചിന്തിക്കേണ്ടത്, ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ നിങ്ങളുടെ സോളും ആ വ്യക്തിയുടെ സോളും തമ്മിൽ ഭയങ്കര ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ധാരാളം ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള, യുണീക്കായിട്ടുള്ള, റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് നാൾ മെയിൻറ്റെയിൻ ചെയ്യാനും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു കോഴ്സിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ആ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.